വർഷങ്ങൾക്ക് മുമ്പ് രാജീവ് ഗാന്ധി ട്രോഫി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ജലമേള പിന്നീട് CBL മത്സരങ്ങൾക്കുള്ള വേദിയായി പുളുങ്ങുന്നു CBL. ഇക്കഴിഞ്ഞ നവംബർ 1 പുളുങ്ങുന്നാറ്റിൽ CBL നടന്നപ്പോൾ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരിയുടെ വീപരം ചുണ്ടൻ ജേതാവായി മാറി. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ പുളുങ്ങുന്നാറ്റിൽ ഒരു ചുണ്ടൻ വള്ളം ചീറിപ്പാഞ്ഞിരുന്നു. നിരവധി തവണ ജവഹർലാൽ നെഹ്റുവിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ നെഹ്റു ട്രോഫി സ്വന്തമാക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച പുളുങ്ങുന്നു ചുണ്ടൻ. പുളുങ്ങുന്നു ചുണ്ടൻ്റെ വിശേഷങ്ങളാണ് ജലമേള ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഹായ്, ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് പുളുങ്ങുന്നിലാണ് കേട്ടോ. ഇതുണ്ടോ പുളുങ്ങുന്നു ചുണ്ടൻ വള്ളം. അപ്പം നമ്മൾ പുളുങ്ങുന്നു ചുണ്ടൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. 66-ലും 67-ലും 69-ലും 71-ലും നെഹ്റു ട്രോഫി പുളുങ്ങുന്നിലേക്ക് എത്തിച്ച പുളുങ്ങുന്നു ചുണ്ടൻ അതിൻ്റെ വിശ്രമവേളയിലാണ് ഇപ്പോൾ. നിലവിലെ പുളുങ്ങുന്നു വള്ളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ശോചനീയാവസ്ഥയാണ് നമ്മളീ കാണുന്നത്. കാരണം കഴിഞ്ഞൊരു 10-12 വർഷമായിട്ട് വള്ളം ഈ നിലയിലാണ് വിട്ടിരിക്കുന്നത്. എന്നാലും പുളുങ്ങുന്നു കരക്കാർ അവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു ചുണ്ടൻ വള്ളം പണിയാനായിട്ടുള്ള എല്ലാ പദ്ധതിയായിട്ടും മുന്നോട്ട് പോവാണ്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ ഉടനെ ഇവിടുന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. എൻ്റെ പിന്നിൽ കാണുന്നതാണ് പുളുങ്ങുന്നാറ്. അപ്പോൾ പുളുങ്ങുന്നാറിലെ അല്ലെങ്കിൽ പുളുങ്ങുന്നു ചുണ്ടൻ്റെ വിശേഷങ്ങൾ, അതിൻ്റെ ചരിത്രം, അത് കൂടുതൽ അറിയാവുന്ന ഒരാളുടെ അടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. അത് നമുക്ക് കുറച്ചങ്ങോട്ട് അകത്തോടെ നമ്മളെ വെയിറ്റ് ചെയ്ത് മത്താച്ചനോടുണ്ട്. മത്താച്ചനോട് നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം കേട്ടോ. ഹലോ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മൾ പുളുങ്ങുന്നു ചുണ്ടൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ടാണ് വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ ഏത് വർഷമാണ് വള്ളം നീറ്റിലിറങ്ങിയത്, ഏത് വർഷം നെഹ്റു ട്രോഫി നേരിടുന്നു, അപ്പോൾ അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞ് തരേണ്ടത്. പുളുങ്ങുന്നു വള്ളം അതിൻ്റെ ചരിത്രം, അതിന് നിർമ്മാണം തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ 1966-ലാണ് പുളുങ്ങുന്നു വള്ളം നീറ്റിലിറങ്ങുന്നത്. അത് പുളുങ്ങുന്നു വള്ളം ഉണ്ടാകാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കൊടുപ്പന്നക്കാർ വള്ളം ഉണ്ടാക്കാൻ തീരുമാനിച്ചതിൽ നിന്നാണ് പുളുങ്ങുന്നു വള്ളം ഉണ്ടാകാനുള്ള കാരണം ഉണ്ടാകുന്നത്. കൊടുപ്പന്നക്കാർ വള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച തടി, കിഴക്കുന്ന് കൊണ്ടുവന്ന ലക്ഷണമൊത്ത നല്ലൊരു തടി അവർ കൊണ്ടുവന്ന് ആ ഇടയ്ക്കാണ് കൊടുപ്പന ഒരു സ്കൂൾ പണിയുന്നതിനെ പറ്റിയിട്ടുള്ളൊരു ആലോചന വന്നത്. അപ്പോഴത്തേക്ക് അവർ ശരിക്കും ചുണ്ടൻ വള്ളത്തിനേക്കാളധികം ഒരു സ്കൂളിനാണ് പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് തന്നെ വള്ളം പണി തൽക്കാലത്തേക്ക് മാറ്റി വെച്ചു. പിന്നെ അപ്പോൾ തടി അവിടെ അങ്ങനെ വെള്ളത്തിൽ കിടക്കുന്ന സമയത്താണ് ഇവിടെ പുളുങ്ങുന്നിലുള്ള എട്ടുകെട്ടി മാത്തച്ചൻ എന്ന് പറയുന്നൊരു ഗവൺമെൻറ് കോൺട്രാക്ടർ, അദ്ദേഹം അതിൽ പോകുന്ന സാഹചര്യത്തിൽ ഈ തടി ഇങ്ങനെ കണ്ടു. പിന്നെ വില പറഞ്ഞ് വാങ്ങിച്ചു. അന്ന് അവിടുന്ന് കെട്ടിവലിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു, നാട്ടിൽ കൂടെ കൊണ്ടുവന്നു. അത് പഴമക്കാർ ഇപ്പോഴും ആ തടി കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്, ഇപ്പോഴും അത് പറയാറുണ്ട്. അങ്ങനെ അതിവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് പിന്നെ ചുണ്ടൻ വള്ളത്തിന് വാങ്ങിച്ച തടി ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് പേര് കൂടി നമുക്കും ഒരു വള്ളം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് 18 പേര് കൂടിയിട്ട് 1000 രൂപ വീതം ഷെയർ ഇട്ടാണ് ചുണ്ടൻ വള്ളം പണിതത്. അത് 1966 പണിതിറക്കി. 66-ൽ 67-ൽ നെഹ്റു ട്രോഫി നേടി. പിന്നീട് 68-ൽ തോറ്റു. 69-ലും 71-ല് കല്ലൂപ്പറമ്പൻ നെല്ലാനിക്ക പാപ്പച്ചൻ്റെ ക്യാപ്റ്റൻസി വന്ന കല്ലൂപ്പറമ്പനുമായിട്ട് ട്രോഫി പങ്കുവെക്കുകയായിരുന്നു. കോയിൽമുക്ക് നാരായണാശാരിയാണ് ചുണ്ടൻ വള്ളങ്ങളെ രാജശില്പി എന്ന് പറയുന്ന കോയിൽമുക്ക് നാരായണാശാരിയാണ് ഈ വള്ളം അന്ന് പണിത്. അപ്പോൾ അദ്ദേഹം പണിത വള്ളങ്ങളിൽ ഏറ്റവും ആദ്യം നെഹ്റു ട്രോഫി നേടുന്നത് പുളുങ്ങുന്നു ചുണ്ടനാണ്. പിന്നീട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പുളുങ്ങുന്നു ചുണ്ടൻ നിർമ്മിച്ചിറങ്ങുമ്പോൾ ഞാൻ ജനിച്ചിട്ടൊന്നുമില്ല. പിന്നീട് അദ്ദേഹം ഇത് പുതുക്കി പണിയുന്ന അവസരത്തിൽ ഞങ്ങളൊക്കെ അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്ക് അദ്ദേഹം വള്ളത്തിലിങ്ങനെ കൈവച്ചുകൊണ്ട് പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ മാനസപുത്രനാണ് പുളുങ്ങുന്നു ചുണ്ടൻ. കാര്യം അദ്ദേഹത്തിന് ആദ്യം നെഹ്റു ട്രോഫി നേടിക്കൊടുത്ത് പുളുങ്ങുന്നു ചുണ്ടനാണല്ലോ. അദ്ദേഹം വളരെ വികാരപരമായിട്ട് അത് പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നീട് ആ വർഷം രണ്ടാമത് പണിതിറക്കിയ വർഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫ്രണ്ട്സ് ബോട്ട് ക്ലബ് ചേന്നങ്കരിയാന്ന് തോന്നുന്നു, FBC വേണാട്ടുകടാൻ ചേന്നങ്കരി, അവരാ തുഴഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അവർ കൊണ്ടുപോയിട്ട് ഫൈനലി വന്ന് 4ാം സ്ഥാനം വാങ്ങിച്ചു. അതാണ് പിന്നൊരു മികച്ച വിജയം നേടാൻ പറ്റിയത്. പിന്നീട് 2012-ൽ പിന്നെ എല്ലാവരുടെ കൂടി കരക്കാർ ആ വള്ളം അവിടെ നിന്ന് വാങ്ങിയിട്ട് അവരൊന്ന് പണിതു. ആ പണിയിൽ അത് കഴിഞ്ഞിട്ട് വിജയങ്ങൾ നേടാൻ പറ്റില്ല. കുറേ കാലം നെഹ്റു ട്രോഫിക്കെല്ലാം പോയി. രാജീവ് ട്രോഫിയിലും
പിന്നീട് എറണാകുളത്ത് നടന്ന കളികളിലും മറ്റു ചില കളികളിലും എല്ലാം പോയിട്ട് ഒന്നാം സമ്മാനം വാങ്ങിച്ചു വന്നിട്ടുണ്ട്. പിന്നീട് അത് ട്രയൽ വള്ളമായിട്ട് മാറി. പുതിയ പുതിയ വള്ളങ്ങൾ വന്നതോടുകൂടിയിട്ട് വാർദ്ധക്യം പ്രാപിച്ച് പിന്നെ അവിടെ വള്ളപ്പരയിൽ വിശ്രമത്തിലാണ്. അവസാനമായി വള്ളം കളിച്ചത് 2014-15 കാലഘട്ടത്തിലാണ് നെഹ്റു ട്രോഫി. അല്ല, അത് കഴിഞ്ഞ് ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെയാണ് കളിച്ചേക്കുന്നത്. അതെ, പിന്നീട് ട്രയൽ വള്ളമായിട്ടാണ് പോയത്. പുളുങ്ങുന്നുകാരെ സംബന്ധിച്ച് പുളുങ്ങുന്നു വള്ളം എന്ന് പറയുന്ന ഒരു വികാരം തന്നെയാണ്. വള്ളം ഇല്ല എന്നുള്ളത് ഒരു സ്വകാര്യ സങ്കടവുമാണ്. അത് കരയ്ക്ക് വള്ളം ഇല്ലാതെ കാര്യം പുളുങ്ങുന്നു കുട്ടനാടിൻ്റെ ഒരു ഹൃദയ ഭാഗമായിട്ട് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പം ഞങ്ങൾക്കൊരു വള്ളമില്ല എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു സങ്കടമുണ്ട് അതിനകത്ത്. ശരിക്കും ഒരു വള്ളം ഉള്ളപ്പോൾ ഉള്ള ഒരു വള്ളംകളിയോടുള്ള ഒരു അഭിനിവേശം അത് വളരെ വലുതാണ്. അയ്യോ, തീർച്ചയായിട്ടും. വള്ളം പിന്നെ ഇവിടെ ട്രയൽ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ പുളുങ്ങുന്ന ഈ ആട്രമ്പിൽ ഉള്ള ആൾക്കാർ മാത്രമല്ല, അങ്ങ് കണ്ണാടി, കായപ്പുറം, അവിടുന്ന് ഇവിടുന്ന് എല്ലായിടത്തും മങ്കമ്പിയിൽ നിന്നും എല്ലാ ആൾക്കാർ ഈ ആട്രമ്പിലേക്ക് ട്രയൽ കാണാനായിട്ട് വരും. അവർ വന്ന് പിന്നെ കുറേ പേരുണ്ട്. അങ്ങ് കുരിശുപള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന, അതായത് ഇപ്പോഴത്തെ രാജീവ് ഗാന്ധി ട്രോഫിയുടെ വള്ളം സ്റ്റാർട്ട് ചെയ്യുന്ന അവിടുന്ന് ഗോവേന്ദ വരെയുള്ള, ഇപ്പോഴത്തെ ഈ ഹോസ്പിറ്റൽ പാലം വരെയുള്ള ദൂരമാണ് വള്ളം ട്രയൽ തുഴയുന്നത്. അപ്പോൾ ആൾക്കാർ കുറേ അധികം പേര് തോർത്തുമൊക്കെ കറക്കി വള്ളത്തിൻ്റെ പുറകെ അവിടുന്ന് ഓടും. വള്ളത്തിൻ്റെ ഈ പാലങ്ങളെല്ലാം കയറി അവർ ഇവിടം വരെ അവർ ഓടി വരും. പിന്നെ എന്തൊരാവശ്യമായിരുന്നു ഞാൻ ആലോചിക്കുന്നത്. പിന്നെ നാട്ടുകാരൊക്കെ ചേർന്ന് പിന്നെ കാപ്പി കൊടുക്കുന്ന പരിപാടിയും അങ്ങനെ ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഓരോ വ്യക്തികളായിട്ടൊക്കെ കാപ്പി ഓഫർ ചെയ്യും, ടീമിന് കൊടുക്കും. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അന്ന് പണത്തിന് വേണ്ടിയിട്ടൊന്നും ആരും തുഴയാൻ പറ്റത്തില്ല. നാടെന്നൊരു വികാരവും പിന്നെ നമ്മുടെ വള്ളം എന്നൊരു വികാരവും ഒക്കെ ആയിരുന്നു. അതിപ്പോൾ വേറൊരു വള്ളം കൊണ്ടുവന്ന് കളിച്ചാൽ, ഇവിടെ കരിച്ചാൽ വള്ളം ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കളിച്ചിട്ടുണ്ട്. അതായിരുന്നു ആ ഒരു കാലഘട്ടം. ശരിക്കും ഒരു നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ ഒരു ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ പുളുങ്ങുന്ന ടീം തന്നെ കളിച്ച് 6 തവണ നെഹ്റു ട്രോഫി എടുത്തിട്ടുണ്ട്. 6 അല്ല, ഇറക്കിയ ആദ്യ 6 വർഷത്തിനിടയിൽ 4 നെഹ്റു ട്രോഫി. 4 തവണ. പച്ചത്തടിയെ തന്നെ 2 വർഷം അടുപ്പിച്ച് ജയിച്ചായിരുന്നു. അങ്ങനെ ചരിത്രം പുളുങ്ങുന്ന വള്ളം പേടി സ്വപ്നമായിരുന്നു ശരിക്കും. പുളുങ്ങുന്ന വള്ളം അന്നൊരു പിന്നെ നല്ല പുളുങ്ങുന്നും കാവാലും കല്ലുപ്പറമ്പനും ഒക്കെ തമ്മിൽ പാർത്ഥസാരഥി വള്ളം. പാർത്ഥസാരഥിയാണ് പിന്നെ കൈനേരിക്കാർ 68 തുഴഞ്ഞ് പുളുങ്ങുന്നതിൻ്റെ ഹാട്രിക്ക് തകർത്ത് കളഞ്ഞത്. UBC തങ്കച്ചൻ എന്നുള്ളു. 65-ലും 68-ലും എനിക്ക് തോന്നുന്ന പാർത്ഥസാരഥി വള്ളം ജയിച്ചിട്ടുണ്ട്. നേരത്തെ പുളുങ്ങുന്നതിന് ചുണ്ടൻ വള്ളങ്ങളുണ്ടായിരുന്നു. പക്ഷേ നെഹ്റു ട്രോഫി തുടങ്ങിയതിന് ശേഷമാണ് പുളുങ്ങുന്ന വള്ളം പണിത്. ശരിക്കും ചുണ്ടൻ വള്ളങ്ങൾ ഇപ്പം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന നെഹ്റു ട്രോഫി വള്ളങ്ങൾക്ക് ശേഷം, പക്ഷേ നെഹ്റു ട്രോഫി വള്ളങ്ങൾക്ക് മുമ്പ് തന്നെ ചുണ്ടൻ വള്ളങ്ങളും സുള്ളം വള്ളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പല സ്ഥലത്തും മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു, അതല്ലേ? ധാരാളം. പിന്നെ പുളുങ്ങുന്നിൽ തന്നെ ചുണ്ടൻ വള്ളം 2 ഉണ്ടായിരുന്നു. ഈ 2 ഇക്കരെ പുന്നശ്ശേരിയിൽ ഒരു വള്ളം ഉണ്ടായിരുന്നു. ആദ്യം ഉണ്ടായിരുന്നത് കുരിശുപള്ളി ഭാഗത്ത് ചൂളക്കോടൻ എന്ന് പറഞ്ഞിട്ട് ചുണ്ടൻ വള്ളം ഉണ്ടായിരുന്നു. അത് പിന്നെ മുട്ടാറ്റിൽ നിന്ന് അവിടെ തടിക്കച്ചവടമൊക്കെ ആയിട്ട് വന്ന് താമസിച്ച സാമ്പിക്കൽ വീട്ടിൽപ്പെട്ട നെടിയാമാക്കക്കാർക്കും കാഞ്ഞിക്കൽ പ്രായക്കുളത്തിലെ ആൾക്കാർക്കും കുരിശുപള്ളിയുള്ള കുറച്ച് വീട്ടുകാരും നാട്ടുകാരും അവിടെ ചൂളക്കോട് പാടുന്നു. അവരുടെ വള്ളമായിരുന്നു ചൂളക്കോടൻ വള്ളം. പിന്നീട് പിന്നെ മാത്തുക്കുട്ടി വള്ളം എന്ന് പറഞ്ഞ വള്ളം കിഴങ്ങാട്ട് മാത്തുക്കുട്ടി ഒരു വള്ളം സ്വന്തമായിട്ട് പണിതിറക്കിയായിരുന്നു. ആ വള്ളം പിന്നീട് വിറ്റുപോയി. എടപ്പാവൂർ കരക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയി പള്ളിയോടമാക്കിയെന്നാണ് എൻ്റെ അറിവ്. അതല്ലാതെ ഷെവലിയർ ഐസി ചാക്കോയ്ക്കൊരു വള്ളം ഉണ്ടായിരുന്നു, ഗിയർഗോസ് എന്ന് പറഞ്ഞ വള്ളം. 63-ല് നെഹ്റു ട്രോഫി നേടിയത് ഗിയർഗോസ്. UBC ആദ്യമായിട്ട് അതിലാണ് തുഴഞ്ഞത്. അതെ അതെ അതെ. ഗിയർഗോസ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം കർഷകൻ്റെ മറ്റാണ് എൻ്റെ വാക്കിനർത്ഥം. ആ വള്ളം അങ്ങനെ ഈ കരന്ന് ട്രോഫി എടുത്ത വള്ളമാണ് കൊണ്ടുപോയത്. അന്നൊക്കെ ഈ 8 നോയമ്പ് പെരുന്നാളിന് പുളുങ്ങുന്ന വള്ളംകളി ഉണ്ടായിരുന്നു, വള്ളം തുഴയുമായിരുന്നു ഈ സെപ്റ്റംബർ 8-ന്. പിന്നെ അതല്ലാതെ മങ്കമ്പിൽ ആയില്യം മകം എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു വിശേഷ ദിവസം വള്ളംകളികളൊക്കെ ഉണ്ടായിരുന്നു. മത്സരക്കളികളൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഇപ്പം ഇതുപോലെ ട്രാക്ക് കിട്ടുക വലിയ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. ജനങ്ങളെല്ലാം കൂടിയിട്ട് ഇതെല്ലാം ഒരു പിന്നെ കൂട്ടായ്മയുടെ രസത്തിൻ്റെയൊക്കെ ഭാഗമാണ്. കപ്പോ സമ്മാനം ഉണ്ടോയെന്ന് എനിക്ക് ഉള്ളതായിട്ട് അറിയത്തില്ല. കരക്കാർ തമ്മിലുള്ള ഒരു സ്നേഹവാശി. അതിനു മുമ്പ് ഈ ഭാഗത്തൊക്കെ വേറെ വള്ളങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കരുവേലത്തിനക്കാർക്ക് ഒരു നെൽസൺ എന്ന് പറഞ്ഞ വള്ളം ഉണ്ടായിരുന്നു. ഇപ്പോഴും അവരുടെ ആ വള്ളം ഇരുന്ന പറമ്പിനെ ചുണ്ടൻ പറമ്പെന്നാണ് അവർ പറയുന്നത്, മാമ്പഴക്കരി.
പിന്നെ അങ്ങോട്ട് പോയ പൂപ്പള്ളിക്കാർക്ക് നെപ്പോളിയൻ എന്ന് പറഞ്ഞ ചുണ്ടൻവള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ വള്ളങ്ങൾ അപ്പോൾ അന്നത്തെ കാലത്ത് നെഹ്റു ട്രോഫിക്ക് മുമ്പുള്ള ഈ വള്ളങ്ങളൊക്കെ ഈ ഇതുപോലെ സ്വീകരണങ്ങളൊക്കെ പിന്നെ അതുപോലെ ക്ഷേത്രത്തിലെ പള്ളികളിലെയൊക്കെ ചടങ്ങുകൾക്ക് രൂപമെടുക്കലോ അല്ലെങ്കിൽ ഈ പിന്നെ പറയുന്നുള്ളിപ്പോൾ എസ്കോട്ട് അകമ്പടി സേവിക്കുക. ഇപ്പം മന്നത്ത് പത്മനാഭനൊക്കെ പിന്നെ NSSൻ്റെ ആചാര്യൻ ഇവിടെ വന്ന കാലത്തൊക്കെ വള്ളങ്ങളുടെ അകമ്പടിയോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നു. അതുപോലെ അന്നത്തെ കാലത്തൊക്കെ രാജപ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ വരുമ്പം ദിവാനൊക്കെ വരുമ്പോഴത്തേക്ക് വള്ളങ്ങൾ കൊണ്ടുവന്ന് അവരെ സ്വീകരിക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു സ്വീകരണത്തിൻ്റെ ഭാഗമാണ്. നമുക്കിവിടെ മറ്റു നാട്ടിലെ പോലെ ആനയൊന്നും ഇല്ലല്ലോ. നമ്മുടെ ആന ചുണ്ടൻവള്ളം. അതെ അതെ, തലയെടുപ്പുള്ള ഒരു ആന അതായിരുന്നു അതിൻ്റെ ചുണ്ടൻവള്ളങ്ങളായിരുന്നു. അത് ഭയങ്കര രസമല്ലേ. പിന്നെ നല്ല ഈ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി അടയാഭരണമൊക്കെ കെട്ടി ചുണ്ടൻവള്ളം വരുന്നത് കാണാൻ തന്നെ ഒരു അഴകല്ലേ. അപ്പോൾ അതൊക്കെ അതിൻ്റെ അങ്ങനത്തെ ആചാരങ്ങളുടെയൊക്കെ ഭാഗമായിരുന്നു. നമ്മളിപ്പം ഇരിക്കുന്നത് പുളിങ്കുന്നിലെ വള്ളംകളിയുടെ അധികാരികളിൽ ഒരാളായ പുന്നക്കുന്നം പുളിവേലിൽ ദേവിച്ചാൻ്റെ വീട്ടിലാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. നമ്മൾ പുളിങ്കുന്ന് ചുണ്ടൻ ആദ്യം നെഹ്റു ട്രോഫി എടുത്തത് ഓർമ്മയുണ്ടോ? അത് ഏത് വർഷം? 1966. അതന്ന് തുഴഞ്ഞതാരാ? പുളിങ്കുന്ന് ബോട്ട് ക്ലബ്ബ് ആയിരുന്നോ അതോ അന്ന് തുഴഞ്ഞതാരായിരുന്നു ആ വള്ളത്തിൽ? അന്ന് കൈനേരി ടീമിനെ കൊണ്ട് അവർ കഴിച്ചത്. പുളുങ്കുന്നാർ തുഴച്ച് കൈനേരി ടീമായിരുന്നു. കൈനേരി ടീമിനെ കൊണ്ട് അവർ USA കൊണ്ട് അവർ കഴിച്ചത്. അതിനുശേഷം നമ്മൾ കല്ലൂപ്പറമ്പിനുമായിട്ട് ട്രോഫി ഷെയർ ചെയ്തില്ലേ? അത് പിന്നീടാണ്, അതിന് ശേഷമല്ലേ? അത് കഴിഞ്ഞിട്ട് 2-3 വർഷം കഴിഞ്ഞിട്ട് ശേഷമാണ്. അത് കല്ലൂപ്പറമ്പിന് അന്ന് നല്ല ടീമായിരുന്നോ അന്ന്? അതെ, കല്ലൂപ്പറമ്പായിരിക്കുന്ന നല്ല ടീമായിട്ട് വന്നപ്പോഴത്തേക്ക് ഈ കൈനേരിക്കാർ പിണങ്ങി മാറിയത് കൊണ്ട് പുളിങ്ങുന്നവർ തന്നെ നല്ല ടീം ഉണ്ടാക്കി. ആ ടീമിനകത്ത് ഞങ്ങളൊക്കെ ഉള്ളവരാണ്. ഞങ്ങൾ കളിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. ടീമിനകത്ത് വേണ്ട ഉപദേശങ്ങളെല്ലാം കൊടുത്ത് നല്ല ടീമിനെ തന്നെ 5-6 ദിവസം തുഴച്ച് ഒക്കെ എടുത്ത് വെച്ച് ഒക്കെ പോയി തുഴഞ്ഞതാണ്. സമയോടിയായിപ്പോയി. അന്ന് ആ ഒരു സമയത്തുള്ള വേറെ നല്ല ക്ലബ്ബുകൾ ഏതാണ്? അത്ര നമുക്ക് ഈ ഒരു UBCക്കൊക്കെ ഒപ്പം നിൽക്കുന്ന അന്നത്തെ ക്ലബ്ബുകൾ ഏതായിരുന്നു മെയിൻ ആൾക്കാർ ആ ഒരു സമയത്ത്? 66-67 കാലഘട്ടങ്ങളിലൊക്കെ ആ ഒരു സമയത്ത് നല്ല ക്ലബ്ബുകൾ, ടീമുകൾ ഏതായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ? UBCയെ പോലെ തന്നെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ UBC ഒന്ന്, കാവാലം ഒന്ന്, കല്ലുപ്പറമ്പ് ബോട്ട് ക്ലബ്ബ്, പിന്നെ മുട്ടാർ ബോട്ട് ക്ലബ്ബ്. ഇവരൊക്കെ അന്നത്തെ പേര് കേട്ട ക്ലബ്ബുകളാണ്. ഞങ്ങളൊക്കെ അന്ന് അത്ര ആയില്ല, എന്നാലും ഞങ്ങളും കളിക്കാൻ പോകും. അതിനുശേഷം പുളുങ്ങുന്ന കല്ലുപ്പറമ്പിനുമായിട്ട് നമ്മൾ ട്രോഫി പങ്കിട്ടതിന് ശേഷം പിന്നീട് നമ്മൾ നെഹ്റു ട്രോഫിയിൽ മത്സരിച്ചിട്ടില്ലേ? മത്സരിച്ചു. അന്ന് നമുക്ക് നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയിരുന്നോ? കല്ലുപ്പറമ്പിനോടുകൂടി പിന്നത്തെ കളി ഇല്ലാതായി. പക്ഷേ അപ്പോൾ നമ്മുടെ പുളുങ്ങുന്നി ചുണ്ടൻ ഇനി പുതിയൊരു വള്ളം പണിയാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാം. പുളുങ്ങുന്ന വള്ളം പണിയാനുള്ള തയ്യാറെടുപ്പെന്നല്ല, ഞങ്ങളത് ഒരു ബോട്ട് ക്ലബ്ബ് രൂപീകരിച്ച് സാബു നാരായണാചാര്യയെ കൊണ്ട് ഞങ്ങൾ കണക്കുകളൊക്കെ എഴുതി അദ്ദേഹത്തിന് ദക്ഷിണ വരെ നൽകിയായിരുന്നു. NRIക്കാരായിട്ടുള്ള കുറേ അധികം ആൾക്കാരെ കൂട്ടിപ്പിടിച്ച് പിന്നെ നാട്ടുകാരെ ഒക്കെ ചേർത്ത് ഒരു വലിയ വള്ളംകളി ക്ലബ്ബും ഒക്കെ ഉണ്ടാക്കി വള്ളം പണിത് നാടിന് നൽകാനുള്ള ഒരു ശ്രമമായിരുന്നു നമ്മൾ നടത്തിയിരുന്നത്. അതിന് രജിസ്ട്രേഷനും എല്ലാം ചെയ്തു. കുറേയധികം NRIക്കാരായിട്ടുള്ള ആൾക്കാർ ഓരോ ലക്ഷം രൂപ വീതമൊക്കെ ബാങ്കിലിട്ട് കുറേയധികം രൂപയൊക്കെ അക്കൗണ്ടിൽ വന്നിരുന്നു. അതിന് ശേഷം പിന്നെ അവിടെ ചില അപശബ്ദങ്ങളും മറ്റു ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ മാനസികമായിട്ട് നമുക്കൊരു വലിയ വിഷമമായിപ്പോയി, ബുദ്ധിമുട്ടായിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ ആ പണമൊക്കെ എല്ലാവരുടെയും തിരികെ കൊടുത്തുകൊണ്ട് ഞങ്ങൾ വള്ളം പണിയണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് മാറുക ചെയ്തത്. എങ്കിലും ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പം ഒത്തിരി കാലത്തിന് ശേഷം പുളുങ്ങുന്നിൽ ഇപ്പോൾ ഈ വർഷം ഒരു വള്ളംകളി ക്ലബ്ബ് രൂപീകരിച്ച് അവർ ഓടിവള്ളത്തിലൊക്കെ പോയി നെഹ്റു ട്രോഫി കളിച്ചു, 2nd പ്രൈസ്. പിന്നെ താഴത്തങ്ങാടിയിലും പുളുങ്ങുന്നിലൊക്കെ അവർ വിജയിച്ചു. അപ്പോൾ അവർക്ക് ഇന്നിപ്പോൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞുള്ളൂ. അപ്പോൾ അവർ വള്ളപ്പണിയെ പറ്റിയിട്ട് ഇപ്പോൾ ചർച്ചകൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ സംവിധാനം ആലോചിക്കുന്നു.
അത് ഫലപ്രാപ്തി ആകട്ടെ. നാടിനൊരു വള്ളം ഉണ്ടായിരിക്കുന്നത് എപ്പോഴും അഭിമാനകരമായ ഒരു കാര്യമാണ്. അതൊരു തികഞ്ഞ സന്തോഷമാണ്. ഭാവിയിലാണെങ്കിലും ഉറപ്പായും അല്ലേ ഒരു വരണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വള്ളംകളി അതിൻ്റെ ഒരു നിലവാരം വിട്ടൊരു പ്രൊഫഷണൽ ലൈനിലോട്ട് മാറിയപ്പോഴത്തേക്ക് എല്ലാവർക്കും പണം വേണം, പൈസ വേണം എന്നുള്ള ലൈനിലേക്ക് കാര്യങ്ങൾ മാറി. പക്ഷേ ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നവർ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇപ്പം ലക്ഷണമൊത്ത ഒത്തിരി വള്ളങ്ങൾ പോലും നല്ലൊരു ടീം കയറാതെ തുഴയാതെ ഇരിക്കുന്ന ധാരാളം വള്ളങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അതിന് കാരണം ഈ വലിയൊരു തുക അതിന് വേണ്ടി കണ്ടെത്തണം എന്നുള്ളതാണ്. പണ്ട് നാടിൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വള്ളം കൊണ്ടുവന്നാൽ അതിൽ പിന്നെ 2 ചുണ്ടൻവള്ളത്തെ തുഴയാനുള്ള ആൾക്കാർ വരും. എല്ലാ വർഷവും ആൾക്കാരൊക്കെ, നാട്ടുകാർ, കരക്കാരൊക്കെ കാപ്പി കൊടുക്കും. ഇവിടെ എല്ലാ വർഷവും എൻ്റെ അപ്പൻ ഇവിടെ വള്ളമുള്ള കാലത്തെല്ലാം കാപ്പി കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതൊരു സ്പിരിറ്റായിരുന്നു. ഞാൻ ഓർക്കുന്ന ഈ പുളുങ്കുന്നിലൊക്കെ ട്രയലൊക്കെ നടക്കുന്ന കാലത്ത് അങ്ങ് കുരിശുപള്ളി മുതൽ ഗോവേന്ത വരെ ആൾക്കാർ തോർത്തുമൊക്കെ കറക്കി ഈ വള്ളത്തിൻ്റെ പുറകെ ഓടുമായിരുന്നു. ഈ പാലങ്ങളെല്ലാം കയറി. സ്പിരിറ്റായിരുന്നു. അത്ര സ്പിരിറ്റാണ്. പിന്നെ സ്പിരിറ്റായിരുന്നു. അവരുടെ ഓട്ടം കണ്ടാൽ നമ്മുടെ വള്ളം ഈ വർഷം നെഹ്റു ട്രോഫി ജയിച്ചിട്ട് വരുമെന്നൊക്കെ തോന്നും. കാരിശാല് വള്ളം പുളുങ്ങുന്നവരെടുത്ത് ഒരു തവണ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലത് കിടപ്പുണ്ട്. പിന്നെ പുതിയ തലമുറകൾ വരുമ്പോഴത്തേക്ക് അവർ വേറൊരു രീതിയിലേക്കാണ് ഇതിനെ കാണുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ ഒരു നാടിൻ്റെ വികാരമായിട്ട് എത്ര പേർ ഉൾക്കൊള്ളുന്നു എന്നെനിക്കറിയത്തില്ല. എങ്കിലും കുട്ടനാട്ടിലെ ഓരോരുത്തരുടെയും ആ ഒരു പിന്നെ ജനിതക ഘടനയിൽ വള്ളംകളി എന്ന് പറയുന്നൊരു സാധനം എഴുതിയിട്ടുണ്ട്. ഒരു പരിധി വരെ പള്ളാത്തുരുത്തിക്കാർക്കും ഇല്ലെങ്കിൽ ഇപ്പോൾ വില്ലേജ് ബോട്ടിലൊപ്പിനൊക്കെ ഈ ഒരു കരയുടെ കളി തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. തീർച്ചയായിട്ടും വള്ളംകളി ഒരു വലിയ സ്പിരിറ്റുള്ള കാര്യം. അത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയപ്പോഴത്തേക്ക് അതിനകത്തൂടെയാണ് ഇപ്പം വെള്ളത്തിൽ നടക്കുന്നതിനേക്കാളും കൂടുതൽ കളി നടക്കുന്നത്. ഒരു കണക്കിന് അവരാണ് വള്ളംകളി മുറുക്കി വെക്കുന്നത്, സ്പിരിറ്റാക്കി വെക്കുന്നത്. ഈ വള്ളത്തെ കളിക്കുന്നവർ കേവലം 4.5 മിനിറ്റിൻ്റെ ഒരു വള്ളംകളി കഴിഞ്ഞ് പോയാൽ പോലും ഇത് മാസങ്ങളോളം ചർച്ച നടക്കുന്നതും കൊണ്ടടക്കുന്നതും ഇവരാ. അത് ഭയങ്കര രസമാണ് വായിക്കാനൊക്കെ, നല്ല രസമാണ് വായിക്കാൻ, തോറ്റവരെ ട്രോളുന്നതും. പക്ഷേ അതൊരു മോശം ഭാഷയിലായി പോകാതിരിക്കുന്നുള്ളതാണ് അതിൻ്റെ രസം. ഞാനും ഒത്തിരി ഇത് വായിക്കുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. വള്ളങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര വള്ളം ഉണ്ടാക്കാൻ വലിയ പാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു വള്ളം ടീമിനെ ഒരു നെഹ്റു ട്രോഫിക്ക് പ്രിപ്പയർ ചെയ്യിക്കുക, കളിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ടാസ്ക്കാണ്, വലിയൊരു തുക. പഴയ പോലെ കാലത്ത് വൈകുന്നേരം വന്ന് കർഷക തൊഴിലാളികളും മറ്റ് ആൾക്കാരൊക്കെ വന്ന് തുഴയുന്ന രീതിയല്ല. ഇന്നിപ്പോൾ ഒരു ക്യാമ്പൊക്കെ സെറ്റ് ചെയ്ത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ ആയിട്ട് ഒരു ഭക്ഷണമൊക്കെ ഉണ്ട്, വലിയ തുകയൊക്കെ മുടക്കി. എന്നാൽ അതിന് മാത്രം ഒരു റെമ്യൂണറേഷൻ അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ഇപ്പോൾ CBL വന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ CBL ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ രീതിയിലുള്ള പിന്നെ TV കവറേജ്, ഇൻ്റർനാഷണൽ ലൈനിലുള്ള കവറേജൊക്കെ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെ മാത്രമല്ല, ചുണ്ടൻവള്ളങ്ങളുടെ ഷേപ്പ് അല്ലാതെങ്കിൽ പോലും മറ്റ് നീളമുള്ള വള്ളങ്ങളിൽ ഇത്ര ആൾക്കാരൊക്കെ ഇരുന്ന് തുഴയുന്ന പല വള്ളം കളികളും പുറത്ത് നമ്മളൊക്കെ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. അപ്പം ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വന്ന് ടീം വന്ന് കളിക്കുന്ന ഒരു കാലമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിദേശ ടീമുകൾ വലിയ വലിയ കമ്പനികളുടെ പിന്നെ എന്താ പറഞ്ഞാൽ കൊക്കക്കോളയോ റെഡ് ബുള്ളോ ഒക്കെ പോലത്തെ ഉള്ള ആൾക്കാരുടെയൊക്കെ സ്പോൺസറിങ്ങോട് കൂടിയിട്ട് ടീം വന്ന് കളിക്കുന്ന ഒരു കാലം ഉണ്ടാകുമെന്ന് മനസ്സാഗ്രഹിക്കുക. അങ്ങനെ ഉണ്ടാകണം. ശരിക്കും CBL വന്നതോടെ ഒരുപാട് വള്ളങ്ങൾ അങ്ങ് ഇരുന്ന് പോകുന്നുണ്ട്, ഇല്ലെങ്കിൽ ഉപയോഗശൂന്യമായി പോകുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടോ? പണ്ടെന്ന് പറഞ്ഞാൽ പ്രാദേശികമായ പല കളികളിലും പല വള്ളങ്ങൾ കൊണ്ടുപോകാറുണ്ടായിരുന്നു, മത്സരിപ്പിക്കാറുണ്ടായിരുന്നു. ഇന്ന് നെഹ്റു ട്രോഫിക്ക് കളിക്കുന്ന 9 വള്ളങ്ങൾക്ക് മാത്രമേ CBL കളിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ പല വള്ളങ്ങളും കരക്കിരുന്ന് പോകുമല്ലേ? അല്ല, അങ്ങനെ പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാ വർഷവും പുതിയ വള്ളങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വള്ളങ്ങൾ എൻ്റെ ഓർമ്മയിൽ ഈ നെഹ്റു ട്രോഫിയൊക്കെ കേവലം 22 വള്ളങ്ങൾ, ചുണ്ടൻവള്ളവും ചെറുവള്ളങ്ങളുമായിട്ട് 22-24 വള്ളങ്ങൾ മാത്രമുള്ള ഒരു കാലമായിട്ട് ചുരുങ്ങിയ അവസ്ഥയിൽ നിന്നിപ്പം അത്രയും ചുണ്ടൻവള്ളങ്ങൾ മാത്രം കളിക്കുകയും പുതിയ വെപ്പുകളും ഓടികളും എല്ലാം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം വള്ളംകളി എന്ന് പറയുന്നത് പുറകോട്ടല്ല, മുമ്പോട്ടാണ്. CBL വന്നൊരു നല്ലൊരു ഉണർവ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ CBL എന്ന് പറയുമ്പോൾ അത് 9 വള്ളങ്ങളിലാക്കി ചുരുക്കിപ്പോയത്. ചുണ്ടൻവള്ളം 9 മതി. കാര്യം പല സ്ഥലത്തെ ട്രാക്കുകൾക്ക് 4 ട്രാക്ക് ഇടാനുള്ള വീതി ഇല്ലാത്തത് കൊണ്ട് തന്നെ ബെസ്റ്റ് 9 വള്ളങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ മത്സരം കാണാൻ ഒരു ഭംഗിയുണ്ടാവും. എങ്കിലും ഈ വെപ്പുവള്ളവും ഓടിവള്ളവും പോലത്തെ വള്ളങ്ങൾ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടീമുകൾ പല സ്ഥലത്തു നിന്ന് വരികയും അവർക്ക് ഈ ഒരു ടീം ഉണ്ടാക്കി അടുത്ത പ്രാവശ്യം അവർക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ചുണ്ടൻവള്ളത്തെ കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആൾക്കാരെ കൂടെ നമ്മൾ ഉയർത്തിയെടുക്കേണ്ട കാര്യമുണ്ട്. ഇപ്പം ഞങ്ങളുടെ പുളുങ്ങുന്നിൽ ഇപ്പം ഒത്തിരി കാലത്തിന് ശേഷം ഒരു വള്ളം ക്ലബ് ഉണ്ടാക്കി അവർ ഇപ്പം ഓടിവള്ളത്തെ കളിച്ചത്. അപ്പോൾ അവർക്കൊക്കെ ആഗ്രഹമുണ്ട് CBL പോലത്തെ മത്സരങ്ങളിലൊക്കെ വരണമെന്നൊക്കെ. വള്ളംകളികൾ പിന്നെ ഇപ്പോൾ ധാരാളം വള്ളംകളികൾ ഇതല്ലാതെ തന്നെ ഉണ്ട്. പിന്നെ ഒത്തിരി വള്ളംകളികളുണ്ടല്ലോ.
നമ്മളറിയാതെ ഒത്തിരി സ്ഥലത്ത് വള്ളംകളികൾ നടക്കുന്നുണ്ട്. അപ്പം നിരവധി പിന്നെ നമ്മുടെ പമ്പ വാട്ടർ സ്റ്റേഡിയത്തിൽ വള്ളംകളിയുണ്ട്. പിന്നെ ശ്രീനാരായണ ഒരു കന്നേറ്റി കളി, പിന്നെ അപ്പർ കുട്ടനാട് വള്ളംകളി എന്നൊക്കെ പറഞ്ഞ് വള്ളംകളികൾ ധാരാളം ചുണ്ടൻ വള്ളം പങ്കെടുക്കുന്നതൊക്കെയുണ്ട്. അപ്പോൾ വള്ളംകളി പുറകോട്ടല്ല, മുമ്പോട്ട് തന്നെയാണ്. വള്ളംകളി ലോകത്ത് ഒരു നാടിൻ്റെ തന്നെ തിലകക്കുറിയായി മാറിയ ഒരു ചുണ്ടൻ വള്ളം വർഷങ്ങൾക്കിപ്പുറം തനിക്കൊരു അനുയായി ഉണ്ടാകുമെന്നും പുളുങ്ങുന്നാറ്റിൽ ആ ചുണ്ടൻ വള്ളം ചീറിപ്പായുമെന്നും നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള നിരവധി വിജയങ്ങൾക്ക് താൻ ഉൾപ്പെടെയുള്ള ഈ കര സാക്ഷിയാകുമെന്ന പ്രതീക്ഷയോടെ ആ വള്ളപ്പുരയിൽ വിശ്രമിക്കുന്നു. പുളുങ്ങുന്ന ചുണ്ടൻ്റെ വിശേഷങ്ങളാണ് ജലമേള നിങ്ങളുമായി പങ്കുവച്ചത്. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം.